ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുഞ്ഞു വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഇന്ന് പാത്തുവിന് പള്ളിയിൽ മദ്രസയിൽ എക്സാം തുടങ്ങുന്ന ദിവസമായിരുന്നു. അങ്ങനെ കൊച്ചിനെ രാവിലെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. തലേന്ന് വൈകുന്നേരം, അതായത് രാത്രി ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്നെടുത്ത് ചൂടാക്കിയാൽ മതിയായിരുന്നേ. പിന്നെ ദോശയൊക്കെ ചുട്ടു, കൊച്ചിനെ മദ്രസയിലാക്കി, പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കാപ്പിയൊക്കെ കൊടുത്ത് റെഡിയാക്കി പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് നേരെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ടാക്കി വന്ന് കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് കറികളൊക്കെ ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നും ഒരു ലഞ്ചിൻ്റെ വീഡിയോയാണ്. മീനില്ല കേട്ടോ, ഇന്ന് മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ സാമ്പാർ തീർന്നിട്ടുണ്ട്, കുറച്ചേ ഇനി ഇരിപ്പുള്ളൂ കേട്ടോ. എന്തായാലും വറുത്തരച്ചൊരു തീയൽ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു തോരൻ വെക്കാം. വരുന്ന വഴിക്ക് ഞാനൊരു ചെറിയൊരു പാക്കറ്റ് കൊഞ്ച് മേടിച്ചിട്ടുണ്ട്. കൊഞ്ചെന്ന് പറയുമ്പോൾ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിച്ചെമ്മീനാണേ. അപ്പോൾ അത് വെച്ചിട്ടൊരു ചമ്മന്തി അരക്കുകയോ അല്ലെങ്കിൽ നമുക്ക് താളിച്ച് എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഇത് കുറച്ച് തേങ്ങ തിരിഞ്ഞെടുക്കാനാണ് കേട്ടോ. തേങ്ങ ചമ്മന്തിക്ക് വേണം, നമ്മുടെ തീയലിന് വേണം, തോരന് വേണം. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ തിരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സമയം നല്ല മഴ പെയ്യാണ് കേട്ടോ പുറത്ത്. അപ്പോൾ തീയൽ വെക്കാൻ വേണ്ടി എല്ലാ പച്ചക്കറിയും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, ഒരു സവോളയല്ല കൊച്ചുള്ളി, അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 വെച്ചിട്ടുള്ള ഒരു തീയലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് തേങ്ങ ഞാനൊന്ന് വാട്ടാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ പച്ച ഉലുവയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. വേറെ ഉള്ളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ ഉലുവയും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല തേങ്ങയൊക്കെ നല്ല ചുമന്ന് വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അനിയത്തി വീടിനകമൊക്കെ ഒന്ന് തൂത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കതക് ഇങ്ങനെ തുറന്നിടാനായിട്ട് പറ്റുന്നില്ല, തൂളി അടിച്ച് കയറ്റുന്നുണ്ട്. നല്ല മഴ പെയ്യാണ് കേട്ടോ ഈ സമയത്തൊക്കെ. പുറത്ത് നല്ല കിടിലം മഴ പെയ്യാണ്, ഇടിയും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ചാർജ് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ, മൊബൈലിലൊട്ടും ചാർജ് ഇല്ലായിരുന്നു. ഇടയ്ക്കൊന്ന് കറണ്ട് പോയി, പിന്നെ പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് വന്നു. ആ സമയത്ത് ഞാനൊന്ന് ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചട്ടിയുടെ ആ ചൂട് മതി നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് വെളിച്ചെണ്ണയൊന്നും നമ്മൾ തേങ്ങ മൂപ്പിക്കുന്ന സമയത്ത് ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല. ചട്ടി അടുക്കി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. തീ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ തീ ഈ സമയം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്, പിന്നെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ലേശം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാവേ. പിന്നെ പച്ചക്കറി അരിയാനുണ്ടായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചിലതൊക്കെ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അരിഞ്ഞ് പോകുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ പുഴുവിനെയും കൂടെ വെട്ടിയിടേണ്ടി വരും. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക മുറ്റിപ്പോയിട്ടുണ്ടായിരുന്നു, 1-2 എണ്ണത്തിൽ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എടുത്തിട്ടുള്ള വഴുതനങ്ങയുടെ അകത്തും ചെറിയ പുഴുവിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. പുഴുവില്ല, പുഴു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി.
പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ടുള്ള പൊടികൾ ഇട്ടാൽ മതി. നമ്മൾ പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എരിവ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എരിവിട്ടെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് വാടി വന്നാൽ മതിയേ. തീയലിന് എപ്പോഴും കൊച്ചുള്ളി കേട്ടോ നല്ലത്. ഞാൻ കുറച്ച് കൊച്ചുള്ളി ഇരിപ്പുള്ളായിരുന്നു, അത് ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലേശം കളറിന് വേണ്ടിയിട്ട്, പച്ചക്കറിയിൽ കളർ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ള കളർ പോലെ കിടക്കും. അതുകൊണ്ട് ലേശം മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങയൊക്കെ മൂപ്പിച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടല്ല ഈ വറുത്ത് വെച്ചിട്ടുള്ള ഒന്നും അരച്ചെടുക്കാനായിട്ട്, പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. നമ്മുടെ മിക്സി അത്രയ്ക്കും ഇതല്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തക്കാളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിവെള്ളത്തിൽ ആ പുളിവെള്ളമൊക്കെ അതിലേക്കൊന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ പച്ചക്കറി എന്ത് തീയൽ വെച്ചാലും അതിലേക്ക് മുരിങ്ങക്ക ഇടുന്നത് നല്ലതാട്ടോ. മുരിങ്ങക്കായുടെ ആ ഒരു ചെവ നല്ലതാണ്. പക്ഷേ നമുക്ക് മുരിങ്ങക്ക ഇല്ല. അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ആ പുളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി. തിളച്ച് നല്ല കുറുകി നമ്മുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് വന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഇതുപോലുള്ള പൊടിക്കൊഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ടാണ് എണ്ണയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓടനത്തി എടുക്കത്തില്ല, ഇതുപോലെ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് മൂത്തെടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പൊട്ടിപ്പോണം, ആ വിധത്തിൽ. പിന്നെ ഒരു പിടി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. എടുത്ത് അതിലേക്ക് കാന്താരി മുളക് ഇടുന്നതാണ് നല്ലത്. കാന്താരി മുളകോ ഉണ്ടമുളകോ ഉണ്ടെങ്കിൽ, ഞാൻ കറുപ്പച്ചമുളകും കുറച്ച് സവോള ഇട്ടിട്ടിരിക്കുന്ന, കൊച്ചുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളിക്ക് പകരം സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊഞ്ചായത് കൊണ്ട് ഒരല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മുടെ ഈ ഉണക്കമീനിലെല്ലാം ഉപ്പിൻ്റേതുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഇട്ടാലും മതി. ഞാനിട്ടത് പാകത്തിനായിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരന് വേണ്ടിയിട്ട് എടുത്തത് ബീട്രൂട്ടും കുറച്ച് ക്യാരറ്റിൻ്റെ ഇതും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ട് ഉള്ളിയും കൂടെ ഒക്കെ ഇട്ട് പച്ചമുളകും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തീയലൊക്കെ മാറ്റിയിട്ടുണ്ട്. താളിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് താളിച്ചൊഴിക്കാം. ഇത് നമ്മൾ എണ്ണയിലാണല്ലോ വഴറ്റിയെടുത്തത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും താളിക്കാത്തത് കേട്ടോ. പിന്നെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ എങ്ങനെ തോരൻ അരപ്പിടുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും കൂടെ ഒരു ഇച്ചിരി തേങ്ങയും ഇട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ലാസ്റ്റാണ് ഞാൻ വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് ചിക്കി തോർത്തി എടുത്താൽ മതി കേട്ടോ. മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചിക്കി എടുത്താലും കൊള്ളാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ കമൻറ്റായിട്ട് അറിയിക്കുക, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ കാണാം. അസ്സലാമു അലൈക്കും.